ഈ കാണുന്ന ലൊക്കേഷനാണ് ദുബായിന്റെ സെൻട്രൽ ലൊക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ദുബായിന്റെ നോർത്തിലേക്കാണെങ്കിലും ദുബായിന്റെ സൗത്തിലേക്കാണെങ്കിലും നമുക്ക് ഇവിടുന്ന് ഏകദേശം ഈക്വൽ ഡിസ്റ്റൻസ് ആണ് വരിക. എന്നാൽ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ദുബായിന്റെ അർജാൻ എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. സോ ഈ അർജാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന റോഡ് ഇതാണ് ഉമ്മുസുഖീം സ്ട്രീറ്റ്, അതേപോലെ ഈ കാണുന്നത് ഹെസ്സ സ്ട്രീറ്റ്, ഈ കാണുന്നത് E311 ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്. സോ നമുക്ക് ദുബായിന്റെ എങ്ങോട്ടേക്ക് പോകാനും ഈസി കണക്ടിവിറ്റിയാണ് ഈ കാണുന്ന 3 റോഡിലൂടെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ലൊക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബട്ടർഫ്ലൈ ഗാർഡൻ വരുന്നുണ്ട്, ഇവിടെ മിറാക്കിൾ ഗാർഡൻ വരുന്നുണ്ട്. സോ ദുബായിന്റെ ഒരു പ്രീമിയം ലൊക്കേഷനാണ് ഈ കാണുന്ന ലൊക്കേഷൻ. എന്നാൽ ഈ കാണുന്ന ലൊക്കേഷനിൽ ഇതിന്റെ സെൻട്രൽ പ്ലോട്ടായ ഈ ഒരു പ്ലോട്ട് കണ്ടോ, ഈ കാണുന്ന പ്ലോട്ടിൽ നമുക്കൊരു പ്രൊജക്ട് വരുന്നുണ്ട്, അഥവാ സെൻട്രൽ ഡൗൺ ടൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി പ്രൊജക്ട്, 4 ബിൽഡിംഗ് വരുന്ന ഒരു പ്രൊജക്ട് ആണ്. നമുക്ക് ഏകദേശം 3 ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന ഷോപ്പിംഗ് മാൾ ആണ് നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടാവുക. അതിന്റെ മേലെയാണ് പോഡിയം ലെവലിൽ നമുക്ക് 4 ബിൽഡിംഗ് വരുന്നത്. അർജാനിലുള്ള ആദ്യത്തെ ഷോപ്പിംഗ് മാൾ ആണ്. സോ ഷോപ്പിംഗ് മാൾ ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അതേപോലെ തന്നെ എത്രത്തോളം റെന്റൽസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്ന ആലോചിച്ചാൽ മതി. നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഓൾറെഡി നമുക്ക് ഒരു 1 ബെഡ്റൂമിന് ഏകദേശം 100K പ്ലസ് അഥവാ 25 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ നമുക്ക് കൊല്ലത്തിൽ റെന്റൽസ് കിട്ടുന്ന ലൊക്കേഷനാണ്. സോ നിങ്ങളൊന്ന് ആലോചിക്കുക. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്ന ലൊക്കേഷനെ തൊട്ടടുത്ത് നമുക്ക് ഇവിടെ സ്കൂൾസ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിന് തൊട്ടടുത്ത് വരുന്നുണ്ട്. പ്ലസ് നമുക്ക് ഇവിടെ 5% മാത്രം നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി. അഥവാ കൺസ്ട്രക്ഷൻ ടൈമിൽ നമ്മൾ 2-3 വർഷം കൊണ്ട് 25% മാത്രം നമ്മൾ കൊടുത്താൽ മതി. ബാക്കിയുള്ള 75% നമുക്ക് ഹാൻഡ് ഓവറിൽ നമുക്ക് മോർഗേജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ കൂടുതൽ ഡീറ്റെയിൽസ് കേൾക്കണമെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, നമ്മൾ സംസാരിക്കും.